ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഇതൊക്കെ ഒന്ന് വഴി മാറ്റി വിടുന്നതിന് വേണ്ടി ഒരു പുതിയ തന്ത്രം മെനഞ്ഞിരിക്കുകയാണ്. ആ തന്ത്രത്തിൽ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുള്ളവരാണ്. ആ അഭിപ്രായങ്ങൾ ഞാൻ ഇന്നലെയും തുറന്നു പറഞ്ഞതാണ്. ആ വ്യക്തമായ അഭിപ്രായമുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം കാണേണ്ടതായിട്ടുള്ളത്, എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ 5 തവണ കോന്നിയിൽ മത്സരിക്കുന്ന അവസരത്തിലും പിന്നീട് 2 തവണ ഞാൻ ആറ്റിങ്ങിൽ മത്സരിക്കുന്ന അവസരത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടാക്കിയെടുത്ത്, കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുത്ത് അത് കെട്ടിച്ചമച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ്. ഞാനതുകൊണ്ടാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പല കാര്യങ്ങളും പറയുന്നത്. ഇന്നിപ്പോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്ന് അതിന്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. അതല്ലാതെ കണ്ട് ഇത് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ശരിയായ ഒരു കാര്യമാണോ എന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ കൂടി അത് ചിന്തിക്കണം, ആലോചിക്കണം എന്ന് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഇരകൾ എല്ലാ കാലഘട്ടങ്ങളിലും CPM-നെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട്. നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നായി എടുത്ത് നോക്കിയാൽ CPM-ന് കിട്ടിയിട്ടുള്ള ഇരകളെ സംബന്ധിച്ചും അവർ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പൊ എവിടെ പോയി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും പുകമറ സൃഷ്ടിച്ച് അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഇപ്പൊ അവരുടെ മുഖം രക്ഷിക്കുക എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന കൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന്റെ പ്രതികാരം എന്നുള്ള നിലയിൽ ആണ് ഇന്ന് മുമ്പോട്ട് പോകുന്നത്. ഞാനത് പറഞ്ഞല്ലോ, രാഹുലിന്റെ പേരിൽ അതിനു മുമ്പ് കേസുകൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് കേസെടുത്തില്ല? ഞങ്ങളാണോ പോയി കേസെടുക്കേണ്ടത്? ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി വീട്ടിൽ ഈ ഇര പോയി എന്നാണ് ഇന്ന് പത്രങ്ങളിലൂടെ വായിച്ചതാണ്, മാധ്യമങ്ങളിലൂടെ കണ്ട വാർത്തകൾ മാത്രമാണ്. അപ്പോൾ ആ ഇരയെ പറഞ്ഞു വിട്ടത് എങ്ങോട്ടാ? അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. ഇതെല്ലാം ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ പരാതി കളവാണെന്നാണോ? ഈ പെൺകുട്ടി നൽകിയ പരാതി കളവാണെന്നാണോ പറയുന്നത്? പെൺകുട്ടി നടത്തിയ പരാമർശം കളവാണോ എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തിട്ട് ആ അന്വേഷണം പുറത്തു വരണം. ആ അന്വേഷണം പുറത്തു വരുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പരാമർശം ശരിയാണോ? കാരണം അങ്ങ് പറഞ്ഞ ഇരകളെ CPM-ന് കിട്ടാറുണ്ടോ? ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു, ഇരകളെ CPM-ന് കിട്ടാറുണ്ടോ എന്ന തരത്തിലൊക്കെ പരാമർശങ്ങൾ ശരിയായ നിലപാടാണോ അങ്ങയുടെ ഭാഗത്തുണ്ടാകുന്നത്? 101% ശരിയായ നിലപാടാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്. 101%, 1%, 101% ഞാൻ പറയുന്നു. ഇരകളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പുറകോട്ടുള്ള യാത്രയില്ല, മുമ്പോട്ട് തന്നെ പോകും. മുമ്പ് അങ്ങ് ഇത് ആണെന്ന് പറഞ്ഞു ശബ്ദ സന്ദേശം, ആ നിലപാടിലെ കുറച്ച് അതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അത് കിട്ടിയ ഇരയല്ലേ, കിട്ടിയ ഇരയാണല്ലോ അത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മുതലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ഈ ശ്രമമൊന്നും ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഈ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അതിനുശേഷം 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ
ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പുറത്തു വന്ന ചാറ്റുകൾ അപ്പോൾ താങ്കൾ കണ്ടിരുന്നു? ഈ ചാറ്റുകൾ കണ്ടിരുന്നു, വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു, ചാറ്റുകൾ കണ്ടിരുന്നു. CPM-ന് കിട്ടിയ ഏറെയാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റുന്ന സ്ഥിതി വന്നത്? അല്ല, അത് ഞങ്ങളൊരു തീരുമാനമെടുത്തല്ലോ പാർട്ടിയിൽ. എന്തുകൊണ്ട് അങ്ങനെ അത് പാർട്ടിയിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പാർട്ടി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. പാർട്ടിയുടെ തീരുമാനം ഞങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ പറയുന്നതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വ്യക്തത എന്ന് പറയുമ്പോൾ ആ വ്യക്തത നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വ്യക്തതയൊന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വ്യക്തതയൊന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഇത് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നതിന് മറുപടി ഞാൻ പറയാം. അതല്ലാതെ കണ്ട് ഇതിപ്പോ ഉള്ളത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇരയെ കിട്ടിയിരിക്കുന്നു. ആ ഇരയെ മുതലാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. വാർത്തകളിൽ സ്ക്രീൻഷോട്ട്, രാഹുലിന്റെ സ്ക്രീൻഷോട്ട്, കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പ്, അത് സാർ കേട്ടിരുന്നോ? അത്തരം കാര്യങ്ങൾ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുണ്ട്, പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിച്ചുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി എല്ലാവരും കൂട്ടായിരുന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഈ വിവാദം ഉയർന്നു വന്ന സമയത്ത് കോൺഗ്രസും അല്ലെങ്കിൽ UDF ഒക്കെ രാഹുലിനെതിരായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിവേഗം നടപടി ഉണ്ടാകുകയും ചെയ്തു. ഇപ്പൊ അന്നത്തെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ നിലപാടുകൾ ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ നിലപാട് ഇപ്പം നിങ്ങളത് വളച്ചൊടിച്ചു കൊടുക്കരുത്. എന്ന് വെച്ചാൽ എന്നോട് ഇന്നിപ്പോൾ ഇവിടെ വെച്ച് ചോദിക്കുന്ന അവസരത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയുന്നുണ്ട്. പക്ഷെ അത് വളച്ചൊടിച്ചു കൊടുക്കാൻ പാടില്ല. ഇന്നലെ തന്നെ എഴുതി വന്ന പിന്നെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞ വർത്തമാനമല്ല പിന്നെ വാർത്തയിലൂടെ എഴുതി വന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ഞങ്ങൾ എല്ലാവരും കൂട്ടായിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് അതിന് തീരുമാനം. അല്ല, അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുക. എന്നോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ ഇല്ല, ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും അത്ര വലിയ കാര്യമായി ഞാൻ പിന്നെ നോക്കാറുമില്ല, ചിന്തിക്കാറുമില്ല. ഞാൻ എന്റെ ജോലി നോക്കി. ഒരു കാര്യം, അതായത് ഈ ആക്ഷേപം ഉയർന്നു വന്ന ഘട്ടത്തിൽ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് പരാതിക്കാരിയില്ല, കേസ് എടുത്തിട്ടില്ല, കേസ് എടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ പരാതിക്കാരി കേസ് കൊടുത്തു എന്ന് പറയുന്നു. ആ കേസുകൾ എടുക്കട്ടെ, കേസ് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടത്തി കേരളം പുറത്തു വരട്ടെ, അത് പുറത്തു വരണം. അതല്ലാതെ ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത് കാണിച്ച് ജനങ്ങളെ പിന്നെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് തെറ്റാണ്. അത്രയേ ഉള്ളൂ. അതായത് ഈ പരാതിക്കാരെ സ്വാധീനിച്ച് പരാതി നൽകി എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്. അതൊക്കെ ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പരാതി തീരെ കഴമ്പില്ല, വെറുതെ ഒരു പരാതി. ഇല്ല, അങ്ങനെയില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോ അതിനപ്പുറത്ത് വേറെ ഒന്നും പറയാനില്ല. CPM കൊണ്ടുവന്ന പരാതി